മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 30 തിരുവചനം. യേശുവിൻ്റെ ജീവിതത്തിലെ, ഈ ലോക ജീവിതത്തിലെ മരണത്തിന് മുമ്പായുള്ള അവസാന മൊഴിയായിട്ടാണ് യോഹന്നാൻ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്: യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കായി നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പൂർത്തീകരിക്കുക. ഇവിടെ 19 അധ്യായത്തിൽ 28 തിരുവചനത്തിലും 30 തിരുവചനത്തിലും ഉപയോഗിച്ചിരിക്കുന്ന തത്തുല്യമായ ഗ്രീക്ക് വാക്ക് തെത്തലസ്തായി എന്നുള്ളതാണ്. എന്താണ് തെത്തലസ്തായി എന്ന വാക്കുകൊണ്ട് കൂടുതൽ അർത്ഥമാക്കുന്നത്? മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. തെലയോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് തെത്തലസ്തായി വരുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഒരാളുടെ കടമകൾ നിറവേറ്റുക, ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ പൂർത്തീകരിക്കുക എന്നുള്ള അർത്ഥം അതിനുണ്ട്. അതോടൊപ്പം ഹിതം നിറവേറ്റുക. ആരെങ്കിലും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടം, ഹിതം നിറവേറ്റുക എന്നുള്ള അർത്ഥവും തെത്തലസ്തായി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാര്യം പരിസമാപ്തിയിലെത്തിക്കുക, ഏറ്റെടുത്തൊരു ജോലി, ഏറ്റെടുത്തൊരു പ്രവൃത്തി, ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണതയിലേക്ക്, പരിസമാപ്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും തെത്തലസ്തായി അർത്ഥമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം കൊടുത്തു വീട്ടി, ഇനിയൊന്നും ബാക്കിയില്ല, എല്ലാം പൂർണ്ണമായി കൊടുത്തു വീട്ടി എന്നുള്ള അർത്ഥവും തെത്തലസ്തായി എന്ന വാക്കിനുണ്ട്. അതോടൊപ്പം തന്നെ സുവിശേഷത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വാക്കും. ഇതിന് ഹീബ്രു പാരമ്പര്യത്തിൽ ഈ വാക്ക് 1-2 സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമതായി, യജമാനൻ യാത്രയ്ക്ക് പുറപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഭൃത്യൻ എല്ലാ കാര്യങ്ങളും, അവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും റിപ്പോർട്ട് കൊടുത്ത് അവസാനം പറയുകയാണ് തെത്തലസ്തായി, എല്ലാം പൂർത്തിയായിരിക്കുന്നു. മറ്റൊരു സാഹചര്യത്തിലും തെത്തലസ്തായി ഉപയോഗിക്കുന്നുണ്ട്.
ദേവാലയത്തിലേക്ക് ബലിയർപ്പണത്തിനായി കൊണ്ടുവരുന്ന കുഞ്ഞാടിനെ പുരോഹിതൻ പരിശോധിച്ചതിന് ശേഷം അത് ഊനമറ്റ കുഞ്ഞാടാണെന്ന് മനസ്സിലാക്കി പുരോഹിതന് വിളിച്ചു പറയും, തെത്തലസ്തായ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈശോ എങ്ങനെയാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്? പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. തെത്തലസ്തായി എന്ന വാക്കിൻ്റെ അർത്ഥം ഏതൊക്കെയാണെന്ന്. ഒരാളുടെ കടമകൾ നിറവേറ്റുക, ഹിതം നിറവേറ്റുക, ഒരു കാര്യം പരിസമാപ്തിയിലെത്തിക്കുക, എല്ലാം പൂർത്തിയാക്കുക, കൊടുത്തു വീട്ടുക എന്നുള്ളതൊക്കെ തെത്തലസ്തായി എന്ന വാക്കിൻ്റെ വിവിധാർത്ഥങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരർത്ഥവും തെത്തലസ്തായി എന്ന വാക്കിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു വിജയാഹ്ലാദത്തിൻ്റെ ബേരിമുഴക്കലായി ഈ വാക്കിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തെത്തലസ്തായി എന്താണ് വിജയാഹ്ലാദം? എന്താണ് വിജയത്തിൻ്റെ ബേരി മുഴക്കുന്നത്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കർത്തവ്യങ്ങളും ഞാനിതാ പൂർത്തിയാക്കിയിരിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ കാഹളധ്വനിയാണ് തെത്തലസ്തായി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ എങ്ങനെയാണ് ഈ തെത്തലസ്തായി എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് കൂടുതൽ അന്വർത്ഥമാകുന്നുവെന്ന് നമുക്ക് കൂടുതൽ കാണുവാൻ സാധിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം, അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. എന്നിട്ട് യോഹന്നാൻ കൂട്ടിച്ചേർക്കുകയാണ്, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യേശുവിന് സ്വന്തമായിട്ടുള്ളവരെ, സ്വന്തമായി സ്വീകരിച്ച തൻ്റെ ശിഷ്യരെയൊക്കെ അവൻ സ്നേഹിച്ചു. മാത്രമല്ല അവസാനം വരെ സ്നേഹിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ നമ്മളും ഉൾപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. യേശുവിൻ്റെ സ്നേഹം ശിഷ്യരിലൂടെ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന യേശു അനുയായികളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അവരെല്ലാവരെയും till the last moment, to the end, അവസാനം വരെ അവൻ സ്നേഹിച്ചു. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്നേഹിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുകയില്ല. എങ്ങനെയാണ് അവിടുത്തെ സ്നേഹം? നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. കുരിശിൽ സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ടുള്ള സ്നേഹം, സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ടുള്ള സ്നേഹം, തൻ്റെ സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിച്ച സ്നേഹമാണ് യേശുവിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ലത്തീൻ ഭാഷയിൽ നെ പ്ലസ് ഉൾത്ര, നോട്ട് ഫർദർ ബിയോണ്ട്, ഇതിനേക്കാൾ അപ്പുറമായി ഈശോയ്ക്ക് ഒരു തരത്തിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവസാനം വരെ തൻ്റെ അവസാന തുള്ളി രക്തം കൊടുത്തു വീട്ടും വരെ അവിടെ സ്നേഹിച്ചു. അങ്ങനെയാണ് ഈശോ ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തെത്തലസ്തായി അങ്ങനെ എല്ലാം കൊടുത്തു വീട്ടി,
എല്ലാ കടങ്ങളും അവസാനിപ്പിച്ചു. അതിൻ്റെ ഒരു വിജയഭേരിയായിട്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അവസാന മൊഴിയായിട്ട് പറയുന്നത് തെത്തലസ്തായ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവസാന നിമിഷം വരെ തനിക്ക് പ്രിയപ്പെട്ടവരെ, തൻ്റെ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു. ഇത് പൂർത്തീകരിച്ചത് യേശുവിൻ്റെ ബലിയിലാണ്, മരണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളും എല്ലാ പ്രവൃത്തികളും പൂർണ്ണമാക്കിയത് കൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്ന് യോഹന്നാൻ്റെ സുവിശേഷമനുസരിച്ച് ഇങ്ങനെ പറയുന്നത്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും സുവിശേഷകന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്നുള്ളതാണ്. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്നാണ് സുവിശേഷകന്മാർ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി ഇങ്ങനൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ യേശുവിൻ്റെ അവസാന മൊഴി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എല്ലാം പൂർത്തീകരിക്കുന്ന തൻ്റെ ജോലിയെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ഒരു ദൗത്യബോധം ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായം നമുക്കറിയാം, സമരിയാക്കാരി സ്ത്രീയുമായുള്ള യേശുവിൻ്റെ സംഭാഷണമാണ്. സമരിയാക്കാരിയെ നേടുവാൻ വേണ്ടി യഹൂദർ സാധാരണ കടന്നു ചെല്ലാൻ ഇടയില്ലാത്ത, ബന്ധപ്പെടുവാനോ സംസാരിക്കുവാനോ സ്നേഹബന്ധങ്ങളോ സാധിക്കാത്ത സമരിയായിലൂടെ കടന്നു ചെന്ന് സമരിയാക്കാരിയെ നേടുവാൻ വേണ്ടിയുള്ള സംഭാഷണ മധ്യേ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്. 4-ാം അധ്യായം 34-ാം തിരുവചനം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഭക്ഷണം. ഇതാണ് യേശുവിൻ്റെ ദൗത്യബോധം. ഒരു പൂർത്തീകരണം, എന്നെ ഒരു ടാസ്ക്, ജോലി എൻ്റെ അപ്പൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു, അതാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ വ്യക്തമായിട്ടുള്ള സൂചന അവിടെ നൽകുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ. അവിടെ ഇപ്രകാരമാണ്, ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുന്നത്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, എൻ്റെ എല്ലാ ജോലികളും, എൻ്റെ എല്ലാ വാക്കുകളും, എൻ്റെ എല്ലാ അത്ഭുത പ്രവൃത്തികളും, ഞാൻ എന്തെല്ലാമോ ഈ ലോകത്തിലേക്ക് വന്ന് ചെയ്തതെല്ലാം തന്നെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിതാവുമായിട്ടുള്ള ഗാഢമായ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് യേശു തൻ്റെ ദൗത്യബോധത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ അവതരിപ്പിച്ച് കാണിക്കുകയാണ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് ഞാൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇതാ എത്തിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം തിരുവചനം. അതിൻ്റെ സാഹചര്യം ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യമാണ്. അവസാന വിനാഴികൾക്ക് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. തെത്തലസ്തായ്.
അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം, എൻ്റെ ജോലി, ഇതാ എൻ്റെ കടമ ഞാൻ പൂർണ്ണമായിട്ടും നിറവേറ്റിയിരിക്കുന്നു. ഒരു വിജയശ്രീലാളിതനായി കുരിശിലെ മൊഴിയെ, യേശുവിൻ്റെ അവസാന മൊഴിയെ നമുക്ക് കാണാവുന്നതാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ കാണുന്നത്, ഞാൻ എല്ലാം ചെയ്തു തീർത്തു, എല്ലാം പൂർത്തീകരിച്ചു എന്നുള്ള സാഹചര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. പ്രത്യേകമായി മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുന്നു, ഞാൻ ഈ കാസ കുടിച്ചു തീർക്കേണ്ടതല്ലയോ? അവസാന നിമിഷത്തെക്കുറിച്ച് അപ്പൻ എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കാസ ഞാൻ കുടിക്കേണ്ടതാണ്. എല്ലാം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ലോകത്തിൽ നിന്ന് യാത്രയായത് തന്നെ ഏൽപ്പിച്ച എല്ലാ ജോലിയും പൂർത്തീകരിച്ചുകൊണ്ടാണ്. എല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് അവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പൂർത്തീകരിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും. വിഭജിതമായിരിക്കുന്ന അവസരങ്ങളുണ്ടാകും. പൂർത്തീകരിക്കാത്ത ദൗത്യങ്ങളുണ്ടാകും. വീട്ടി തീർക്കാത്ത കടങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുക. പക്ഷേ ഈശോ ഈ ലോകത്തിൽ നിന്ന് യാത്രയായത് എല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ്. തന്നെ ഏൽപ്പിച്ച ജോലി മുഴുവൻ പൂർത്തീകരിച്ച വിജയാഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ് ഈശോ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു വാക്കായി തെത്തലസ്ഥായിയെ നമുക്ക് കാണാം. പിതാവേ, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ അങ്ങിൽ വിലയം പ്രാപിക്കാനുള്ളവനാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ പൂർത്തീകരിക്കട്ടെ. കുടുംബജീവിതത്തിലാണെങ്കിൽ കുടുംബജീവിതത്തിലുള്ളവർ, പൗരോഹിത്യ സമർപ്പിത ജീവിതത്തിലാണെങ്കിൽ അങ്ങനെയുള്ളവർ എപ്പോഴും ഹൃദയത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് പറയേണ്ട ഒരു വാക്കായി ഞാനിതിനെ കാണുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, അതിന് എന്തെല്ലാം വില കൊടുക്കേണ്ടി വന്നാലും, സഹനങ്ങളെ ഏൽക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഞാനതെല്ലാം പൂർത്തീകരിക്കാനായി എൻ്റെ ജീവിതത്തെ ഞാനിതാ മാറ്റിവെക്കുന്നു. ഇങ്ങനെയുള്ളൊരു മനോഭാവമുള്ള വ്യക്തികൾക്കാണ് അവസാന വിജയഭേരി മുഴക്കുവാനായിട്ട് സാധിക്കുക. വിജയശ്രീലാളിതനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് സാധിക്കുക. വിശുദ്ധരുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈ തെത്തലസ്ഥായിയുടെ ഭാഗങ്ങൾ നമുക്കും കാണുവാനായിട്ട് സാധിക്കും. ദേവദാസനായ കനീസീസച്ചൻ അവസാന രോഗശയ്യയിൽ, അവസാന നിമിഷങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരുന്ന വാക്ക് പ്രകാരമാണ്, ദൈവേഷ്ടം, അതുമാത്രം, അത് മുഴുവൻ. ദൈവേഷ്ടം, അതുമാത്രം,
അത് മുഴുവൻ. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റാനാണ്. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മുഴുവനായി ഞാൻ പൂർത്തീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അതായിരുന്നു ദേവദാസൻ കനീസീസ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഓരോ വിശുദ്ധരുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് വിജയഭേരി മുഴക്കിക്കൊണ്ട് വിജയശ്രീലാളിതരായി തിരിച്ച് ദൈവത്തിലേക്ക് യാത്രയാകുന്ന വിശുദ്ധാത്മാക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ചാവറ പിതാവ് ഈ ലോകത്തിൽ തന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് യാത്രയാകുന്ന മരണവിനാഴികയിൽ പറയുന്നുണ്ടല്ലോ, മാമോദീസായിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ദൈവകൃപ ഞാൻ ഒരിക്കലും മലിനമാക്കിയിട്ടില്ല. ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന എല്ലാ ജോലിയും പൂർത്തിയാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇതുപോലെ പറയുവാനായിട്ട് സാധിക്കുക? മാമോദീസായിൽ എനിക്ക് ലഭിച്ച വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ഒരിക്കലും മലിനമാക്കാനായി എനിക്കിടവന്നിട്ടില്ല. വിശുദ്ധാത്മാക്കളെല്ലാം ഇതുപോലെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായ അർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കടന്നുപോയവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവസാന വിനാഴികയിൽ നമുക്കും പറയുവാനായിട്ട് സാധിക്കട്ടെ, തെത്തലസ്ഥായി എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് യാത്രയാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മുഴുവൻ ദൈവത്തിൻ്റെ ഹിതം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ മുഴുവനായി പൂർത്തിയാക്കുവാനും ഉത്തരവാദിത്വത്തോടുകൂടെ പൂർത്തിയാക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ. അവസാന വിജയഭേരി വിജയശ്രീലാളിതനായി നിൻ്റെ പക്കലേക്ക് യാത്ര തിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.